ഇത് മൊത്തം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിച്ചെടുത്തോ എന്തിട്ട് ഏരിയ ആണ്. അപ്പൊ ഞാൻ ഇതിന് ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു. ഈ സാധനം തിങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ആടുങ്ങളുടെ ഈ 7-Eleven ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലുണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എടുത്തേക്കെന്ത് വലിയൊരു ലോബിയാണ്. ആരാണ്? റിലയൻസ് ഗ്രൂപ്പാണ്. കാരണം നമ്മൾ ഹോസ്റ്റലാട്ടോ. ഹോസ്റ്റലിൽ ഇവിടെ കുറെ പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആളെ ഞാൻ പരിചയപ്പെട്ടു. ഇവിടെ വേറൊരാളെ പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ വേറൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടിട്ട് ഇത് ഹോസ്റ്റലിൽ വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. നല്ല വൃത്തിയുണ്ട്. പിന്നെ 24 hours ഇവിടെ വെള്ളമുണ്ട്. നമുക്ക് ചായ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ തിളപ്പിക്കാം. ഇവിടെ കോഫി ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഫ്രീ ആണ് കേട്ടോ. ഒന്നും പേടിക്കണ്ട. 800 രൂപയ്ക്ക് ഇതെല്ലാം കിട്ടും. ഈ പുള്ളിക്കാരി ഇന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചുള്ളൂ. ഭയങ്കര കമ്പനിയാണ് കേട്ടോ. കാരണം അവരും ട്രാവലറാണ്. അവരും കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ഇങ്ങനത്തെ ആൾക്കാരെ പരിചയപ്പെടാൻ മതി. നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് താമസിച്ചോളൂ. അടിപൊളി ഏരിയ ആണ് കേട്ടോ. നമുക്ക് പുറത്തിറങ്ങാം. ഇതേ നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. മലേഷ്യ വരുമ്പോ ബുക്കിംഗ് ബിങ്താനിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്. താമസിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ട്രാവൽ ഗസ്റ്റ് ലോഞ്ച് വരുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാഴ്ചകൾ നോക്കി എന്ത് രസാ. ഇവിടെ മെട്രോ പോകുന്നുണ്ട്. മെട്രോ മോണോറെയിൽ സ്റ്റേഷൻ തൊട്ടടുത്ത്. ഇവിടെ നൈറ്റ് മാർക്കറ്റ് അടിപൊളിയായിട്ടാ. കിടിലനാണ്. ഇവിടെ ഡ്രസ്സസും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എയർപോർട്ടിൽ നിന്നൊന്നും ഡോളർ മാറ്റരുത്. എയർപോർട്ടിൽ വില ഭയങ്കര കുറവോടെ 4.3 കിട്ടും. അപ്പൊ ഒരു $140 കൊടുക്കാം. അപ്പൊ നിങ്ങള് ഒരിക്കലും എയർപോർട്ടിന്റെ അവിടെ നിന്ന് റിങ്കറ്റ് മാറ്റരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യത്തെ വീഡിയോയിലാണ് അഹല്യയിൽ പോവുക. അഹല്യയിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് റിങ്കറ്റ് എടുക്കുക. അവിടെ നല്ല വാല്യൂ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് റിങ്കറ്റ് മാറ്റാൻ പാടില്ല. എയർപോർട്ടിൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ശോകമാണ്. ഇതൊരു നൈറ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ്. അടിപൊളിയല്ലേ കാണാൻ. ഇത് ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണ ഒരു സ്ഥലം കേട്ടോ. എന്ത് വൃത്തിയും കാര്യങ്ങളോ. ഇത്രയും ആൾക്കാർ നടന്നിട്ട് ഓക്കെ, ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഇവിടെ ചെറിയ ചെറിയ മാർക്കറ്റ്, അത് നല്ല വൃത്തിക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതേ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കണം. സുവീനിയേഴ്സ് എല്ലാം വാങ്ങിക്കണം. നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഫോട്ടോ വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ റൊണാൾഡോയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് 7-Eleven. ഇവിടെ സിഗ്നൽ ആയി കഴിഞ്ഞാലേ കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ വണ്ടി നിർത്തി തരുന്നുണ്ട്. അവിടെ അങ്ങനെ കടന്ന് നമുക്ക് ആ 7-Eleven പോവാം. 7-Eleven പോണത് വേറെ ഒന്നുമല്ല. ഈ 7-Eleven ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലുണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എടുത്തേക്കെന്ത് വലിയൊരു ലോബിയാണ്. ആരാണ്? റിലയൻസ് ഗ്രൂപ്പാണ്. കാരണം 7-Eleven തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ തുടങ്ങേണ്ടി വരും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ റിലയൻസ് ഗ്രൂപ്പിന്റെ ഡിമാൻഡ് പറയും. കാരണം ഇവിടെ നിസ്സാര രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇതൊരു അമേരിക്കൻ കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ഏഷ്യൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ 7-Eleven ഉള്ളത്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അതും ചീപ്പ് പ്രൈസിലാണ് കിട്ടണേന്ന് ഞാൻ പറഞ്ഞു കേട്ടേക്കണേ. നമുക്ക് ഇവിടുന്ന് സിം എടുക്കണം. 25 ഇവിടുത്തെ രൂപ പറഞ്ഞത്. അത് നമ്മുടെ നാട്ടിലെ 400-500 രൂപ വരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം തിരക്കാ. പക്ഷെ രസമാണ്. തിരക്കാണെങ്കിലും നല്ല വൈബുള്ള ഒരു ഏരിയ ആണ്. ആൾക്കാര് ശല്യം ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ കഴിക്കുക. അവര് നല്ല ഓർഗനൈസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ബുക്കിംഗ് ബിങ്താനിൽ ഒരു ചൈന മാർക്കറ്റ് ഉണ്ട്. മലേഷ്യയിലെ ഒറിജിനൽ ചൈന മാർക്കറ്റ് ബുക്കിംഗ് ബിങ്താന്ന് ഒരു 10 മിനിറ്റ് പോകണം. നമ്മുടെ ബുക്കിംഗ് ബിങ്താനത്തെ ചെറിയൊരു മാർക്കറ്റ്. ഇതിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് വരുന്നത്. ഒരു ചെറിയ മാർക്കറ്റ് ബുക്കിംഗ് ബിങ്താനിലെ. അടിപൊളിയില്ലേ, എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ കുറെ ആൾക്കാർ ഈ മാർക്കറ്റിൽ ഫുഡും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട് കഴിക്കാൻ. ഇവിടെ കരിക്കൊക്കെ വെട്ടി വെച്ചേക്കണം. നോക്കി എന്ത് പ്രൊഫഷണൽ ആയിട്ടാണല്ലോ വെച്ചേക്കണേ. കാണുമ്പോ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. 7 രൂപയാണ്. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 100-ന് മുകളിൽ വരും. നമുക്ക് സാധാ ഭക്ഷണം കഴിക്കാം, വയറ് നിറയ്ക്കാം. നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോവാം. ഇവിടെ നീരാളിയുടെ കുറെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഗ്രില്ല് ചെയ്ത് തരും. ഇവിടെ നോക്കി ഇല്ലാത്ത മാംസങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എല്ലാത്തിന്റെ ഫുഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഓയിസ്റ്റർ, ഫിഷ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് മറ്റേ ക്രാബ്, കക്ക എല്ലാം സംഭവമുണ്ട്. ഇത് നമ്മുടെ ചോളം, ആ പുള്ളി ഉണ്ടാക്കുന്ന ചോളാണ്. ഇവിടെ വർക്കിംഗ് ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ. വേണ്ട, നല്ല പ്രൊഫഷണൽ. ഇതാണ് വേണ്ടത് ഒരു സ്ട്രീറ്റിൽ വരുന്നത്. ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറെ പേര് അവിടെ നിൽക്കുന്നു. അവർക്ക് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ പെരുമാറിയിട്ടാണ് അവര് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈബ്. ഭയങ്കര ശബ്ദമോ ഹോണടിയോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ മാർക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ അവിടുത്തെ കേരളത്തിലെ ഞാൻ പറയാം, നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഫുൾ ഹോണടി ബഹളായിരിക്കും. അവിടെ പോവാനേ പറ്റില്ല. ഇവിടെ ആൾക്കാർ ബീറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ചിയേഴ്സൊക്കെ അടിച്ച്. ഇവിടെ ഒരു പുള്ളിക്കാരൻ ഡാൻസും കളിച്ച് ആൾക്കാരെ വരവേൽക്കുന്നുണ്ട്.
ചുമ്മാ കാണിക്കുന്ന അവൻ ഇവിടെ കണ്ടോ അടിപൊളി നീരാളികള് ഇഷ്ടം പോലെയാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് ഇവിടെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇവിടെ ഡീസെന്റ് ആയിട്ട് ആൾക്കാർ കഴിക്കണമെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒന്ന് ചില്ലായിട്ട് പോകാനുള്ളത്. ഇവിടെ ഒരാള് നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മലേഷ്യയിലത്തെ കിങ്സ് ഓഫ് ഫ്രൂട്ട്. ഇത് ഭയങ്കരമാണ് കേട്ടോ. ഈ പുള്ളിക്കാരിയായിരുന്നു ഇത്ര നേരം അത് പൊളിച്ചോണ്ടിരിക്കണ്ടേ. ഓക്കെ അപ്പൊ ഞാൻ ഇതിന് ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഇന്ത്യതാണ്. അപ്പൊ ഈ സാധനം തിങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ആണുങ്ങളുടെ ലിംഗത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. പുള്ളിക്കാർ പറഞ്ഞ തെറ്റായിട്ട് എടുക്കരുത്, നിങ്ങൾ എവിടെ വേണമെങ്കിൽ ചോദിച്ചോ, ഇതാണ് ഇതിന്റെ സത്യം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അങ്ങനെ തേടി അവസാനം ഒരു ഫുഡ് സ്റ്റാൾ കിട്ടി. നിസ്സാര രൂപയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സ്റ്റാള്. ഇത്രയും പരുത്ത ചിക്കൻ ഉണ്ട്. 9 റിങ്കറ്റുള്ളൂ. ചപ്പാത്തിക്ക് 2 റിങ്കറ്റ്. അല്ല 200-250 രൂപയ്ക്ക് പരിപാടി തീർന്നു. ഞാൻ വഴി കൂടെ പോയിപ്പോ ഈ ചിക്കൻ കണ്ടിട്ട് ഞാൻ നിന്നതാ. എനിക്ക് വിശന്നപ്പോ അപ്പൊ ഈ പുള്ളിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോ ആള് മലയാളിയാണോ എന്ന് ചോദിച്ചത്. ബാച്ചാന്റെ പേര് ജോബ്. അതെവിടെ വീട്? ഞാൻ കൊല്ലം. അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. ഇവിടെ രാത്രി ഹാപ്പനിങ് പ്ലേസ് നടക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ് വരുന്നത്. നമ്മളിപ്പോ ബുക്കിംഗ് ദിങ്താന്റെ ഒരു ബാർ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഫുൾ പബ് പാർട്ടി എല്ലാം നടത്തുന്ന ഒരു ഏരിയ ആണിത്. ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്. ഇവിടെ മൊത്തം പബ്ബും കാര്യങ്ങളാണ്. ഒച്ചപ്പാടും ബഹളാണ്ടോ. ഇവിടെ ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്, പുക വലിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. പേഴ്സണലി എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ വെറുതെ വന്നൊന്ന് മാത്രമല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഒച്ചയും ബഹളം ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം. വേണം അവർക്ക് മദ്യപിക്കാൻ വേണ്ടാത്തവർക്ക് അത് വേണ്ടി ഇത് കണ്ടിട്ട് പോവാം. അത്ര മാത്രമല്ല. ജസ്റ്റ് കാണാം, എൻജോയ് ചെയ്യണമെങ്കിൽ എൻജോയ് ചെയ്യാം, അത്ര മാത്രം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതില്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, ഏത് വേണം എന്ത് വേണം. എന്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ, പിന്നെ സൈലൻസ്, വെള്ളച്ചാട്ടം അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി എന്ത് അടിപൊളിയാന്ന് പറയാം. റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറയാനുള്ളത് വെൽ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചേക്കണ ഒരു അടിപൊളി ഏരിയ. അപ്പൂപ്പന്മാരാണ് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുന്നത്. ഞാൻ ഒരു സംഭവം ഉണ്ട്. ഞാൻ നേരത്തെ ഒരു റെസ്റ്റോറന്റ് ഭക്ഷണം കഴിക്കല്. അവിടെ ഒരു അപ്പൂപ്പൻ തൊട്ടടുത്ത് വന്നിട്ട് എന്റെ അടുത്തേക്ക് സംസാരിച്ചിട്ട് പുള്ളി പോയി. പുള്ളി അത് കഴിഞ്ഞിട്ട് എന്തിന്റെ പരിപാടി എന്നറിയോ? പുള്ളിനെ ഇവിടുത്തെ ഏതൊരു പെണ്ണ് വളച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ആച്ചാന്റെ അടുത്ത് അപ്പൂപ്പൻ നല്ല പണിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആച്ചാന്റെ പറയാ അപ്പൂപ്പനല്ല, ആ പെണ്ണാണ് അപ്പൂപ്പനെ വളച്ചേക്കണേത്. അവിടെ നിന്നിട്ട് ഫുൾ കിസ്സടി ബഹളം. അടിപൊളി റെസ്റ്റോറന്റിന് അവിടെ വെച്ച്. ഇത് മൊത്തം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിച്ചെടുത്തോ എന്തിട്ട് ഏരിയ. ടോൾ ഗേറ്റ്സ് അങ്ങനത്തെ ഉള്ള പരിപാടി കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. ഇത് വണ്ടി ട്രാഫിക് വന്നാലും ആരും ഇടിച്ച് കുത്തി പോവലോ ഒന്നുമില്ല. ഫുൾ ലൈനായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകുള്ളൂ. അത് ഞാൻ വരുമ്പോഴും കണ്ടു. കോലാലംപൂരിൽ നിന്ന് വരുമ്പോഴും ഞാൻ കണ്ടായിരുന്നു. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കൾച്ചറാണ്. അത് ചെറുപ്പം മുതലേ പഠിക്കണം. മസാജ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. വേണവർക്ക് മസാജ് എടുക്കാം, വേണ്ടാത്തവർക്ക് മസാജ് എടുക്കണ്ട. ഇതൊക്കെ നമ്മൾ കണ്ടു പോവാ. നമ്മൾ നേരെ ഹോസ്റ്റലിലെത്താം. ഇത് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല് മസാജ്, കൈ മസാജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല മസാജ് സെന്റേഴ്സ് ഞാൻ കണ്ടുട്ടോ. ഇവിടെ നല്ലൊരു പാട്ട് പരിപാടി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എല്ലാരും ആ പാട്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ഞാനല്ലേ ഈ ലെമണോണ്ട കഴിക്കുന്ന സമയത്ത് ഒരാൾക്കാർ ഇവിടെ പരിചയപ്പെട്ടു. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻസിന്റെ പോലെയല്ല തോന്നാം, പക്ഷെ ഇവർ ഇന്ത്യൻസ് അല്ല. From Netherlands. Amsterdam. I am from Amsterdam. Yes, Netherlands. അപ്പൊ ഇവരുടെ വംശീകര് ഇന്ത്യയിലായിരുന്നു. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ഇവരിപ്പോ ആംസ്റ്റർഡാമിൽ എത്തിയേക്കാണ്. Your name? My name is Neeraj. Say hi. Hi everyone. Anjini. Hi. ഇതാണ് യാത്രയുടെ ഒരു ഉപകാരം. കുറെ പേരെ പരിചയപ്പെടാം. വഴിയിൽ പരിചയപ്പെട്ട സ്ട്രേഞ്ചേഴ്സ് ആണ്. അടിപൊളി ഏരിയ ആണ്. എല്ലാം ഉള്ള ഏരിയ ആണ്. ചീത്തയും പൊട്ടയും പിന്നെ നല്ലതും എൻജോയ് ചെയ്യുന്നതും ഫുഡ് സ്ട്രീറ്റും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. ബ്രോ, ഇത് എന്റെ റൂംമേറ്റ് ആണ് കേട്ടോ. ബുക്കിംഗ് ബിങ്താങ് ഒന്ന് എൻജോയ് ചെയ്യാ, പടയ്ക്ക. നല്ല വൈബുള്ള ഏരിയ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടമൊന്നും ആവൂല. ഞാൻ അത്രയ്ക്ക് ഉറപ്പ് പറയണു. ഈ ഒരു ഏരിയ നോക്കിയേ, എന്ത് ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് അറിയോ നൈറ്റ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ചാലക്കുടിക്കാരുടെ വക ബൈ.